കൊല്ലം ഓച്ചിറ വലിയ കുളങ്ങരയിൽ KSRTC ബസും താർ ജീപ്പും കൂട്ടിയിടിച്ച് 3 പേർ മരിച്ചു. 2 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. തേവലക്കര സ്വദേശികളാണ് മരിച്ചത്. കണ്ണനായരുടെ വിവരങ്ങളുമായി. കണ്ണനായർ, എങ്ങനെയായിരുന്നു വിശദവിവരങ്ങൾ എന്താണ്? ായിട്ടുള്ള ഒരു സംഭവമാണ് ഇന്ന് ഓച്ചിറ വലിയ കുളങ്ങരയിൽ ഉണ്ടായത്. രാവിലെ 6:30 സംഭവം ഉണ്ടായത്. കൊല്ലം ഭാഗത്തു നിന്ന് ചേർത്തലയിലേക്ക് പോവുകയായിരുന്ന KSRTC ഫാസ്റ്റ് പാസഞ്ചർ ബസ്സും ഒരു താർ ജീപ്പും തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. അതിൽ 3 പേർ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. നാലാമത്തെ ഒരാൾ കൂടി മരിച്ചു എന്നുള്ള ഒരു വിവരം ലഭിക്കുന്നുണ്ട്. എന്നാൽ അക്കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. തേവലക്കര സ്വദേശികളാണ് ഈ അപകടത്തിൽപ്പെട്ടത്. അവർ നിയന്ത്രണം വിട്ട് ജീപ്പ് ബസ്സിലേക്ക് കയറി നേരെ ഇടിക്കുകയായിരുന്നു എന്നുള്ളതാണ് നാട്ടുകാർ, ദൃക്സാക്ഷികളായിട്ടുള്ള ആൾക്കാർ പറയുന്നത്. ജീപ്പ് പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായണൻ, കരുനാഗപ്പള്ളി ASP അഞ്ജലി ഭാവന അടക്കമുള്ള ആൾക്കാർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഈ ജീപ്പ് വെട്ടിപ്പൊളിച്ചാണ് ഈ പരിക്കേറ്റ ആൾക്കാരെയും മരണപ്പെട്ട ആൾക്കാരെയും പുറത്തെടുത്തത്. നിയന്ത്രണം വിട്ടോ അല്ലെങ്കിൽ ഒന്നുകിൽ ഡ്രൈവർ ഉറങ്ങിപ്പോയതോ ആകാം അപകടത്തിന് കാരണമെന്നാണ് ഇപ്പോൾ ദൃക്സാക്ഷികൾ പറയുന്നത്. ഇവർ എവിടെ നിന്ന് വരികയായിരുന്നു എന്നത് സംബന്ധിച്ച് വല്ല വിവരവും ലഭ്യമാണോ? നമുക്ക് എങ്ങോട്ടേക്ക് പോവുകയായിരുന്നു? ഈ ജീപ്പിൽ സഞ്ചരിച്ച ആൾക്കാർ കായംകുളം ഭാഗത്ത് നിന്ന് തേവലക്കര, അതായത് കരുനാഗപ്പള്ളി ഭാഗത്തേക്ക് പോവുകയായിരുന്നു. അവർ സഞ്ചരിച്ച ഒരു ജീപ്പ് വണ്ടിയാണ് അപകടത്തിൽപ്പെട്ടിട്ടുള്ളത്. പ്രിൻസ്, അൽക്ക, അഖിൽ, ഐശ്വര്യ അങ്ങനെയുള്ള ആൾക്കാരുടെ പേരുകളാണ് ലഭിച്ചിട്ടുള്ളത്. തേവലക്കര സ്വദേശികളാണ്. ഇതിൽ ആരാണ് മരിച്ചതെന്നുള്ള കാര്യത്തിൽ ഒരു ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. 3 പേർ മരിച്ചിട്ടുണ്ട്. അതിൽ ഒരു കുട്ടിയുണ്ട്, ഒരു 20 വയസ്സോളം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരനുണ്ട്. അങ്ങനെ 3 പേർ മരിച്ചിട്ടുണ്ട്. ഒരാളുടെ നില അതീവ ഗുരുതരമാണ്. മറ്റൊരാൾ ഗുരുതരമായി തന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഓച്ചിറയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്കാണ് ഇവരെ കൊണ്ടുവന്നിട്ടുള്ളത്. ജീപ്പിന്റെ ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം അപകടത്തിന് കാരണം എന്നുള്ളതാണ് നമുക്ക് ദൃക്സാക്ഷികളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഉത്രാടദിനം ദാരുണമായ ഒരു സംഭവമാണ്. ഏറെ സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്തയും കൂടിയാണ്. 3 പേരുടെ മരണത്തിന് ഇടയാക്കിയ വാഹന അപകടം. ഒരാൾ കൂടി മരിച്ചു എന്നാണ് സ്ഥിരീകരിക്കാത്ത വിവരം നമുക്ക് ലഭ്യമാകുന്നത്. ജീപ്പിൽ യാത്ര ചെയ്തവരാണ് അപകടത്തിൽ മരിച്ചത്. വിശദവിവരങ്ങൾ നൽകിയത് കണ്ണനായരാണ്.